സ്വപ്നത്തിൽ ശിവലിംഗം കാണുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അത്തരമൊരു സ്വപ്നം ജീവിതത്തിലെ എല്ലാ ദുഷിച്ച ഘടകങ്ങളെയും നശിപ്പിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ ശിവലിംഗം സ്വപ്നം കാണുന്നത് സാമ്പത്തികമായുള്ള ഉയർച്ചയെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ സ്വപ്നത്തിൽ ശിവൻ്റെ ചന്ദ്രക്കല കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു വലിയ തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. ഇത് വിവാഹം മുതലായവയുമായി ബന്ധപ്പെട്ടതാകാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇത്തരം സ്വപ്നം കാണുകയാണെങ്കിൽ അത് വിജയത്തിൻ്റെ ലക്ഷണമായി കരുതാവുന്നതാണ്. സ്വപ്നത്തിൽ ശിവനെയും പാർവതിയെയും കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴി തുറക്കുന്നതിൻ്റെ സൂചനയാണ്. അവിവാഹിതർ ഇത്തരം സ്വപ്നം കാണുന്നത് അവരുടെ വിവാഹത്തിനുള്ള സൂചനയായി കണക്കാക്കാം. മാത്രമല്ല, വിവാഹിതരായിട്ടുള്ള ആളുകൾ ഇത്തരം സ്വപ്നം കാണുന്നത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറുമെന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾ സ്വപ്നത്തിൽ ശിവക്ഷേത്രം കാണുകയോ സ്വയം ശിവക്ഷേത്രത്തിൽ പോകുന്നതായോ സ്വപ്നം കണ്ടാൽ അത് ശുഭസൂചനയാണ്. നിങ്ങൾ വളരെ കാലമായി രോഗബാധിതനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നമുണ്ടെങ്കിൽ അത്തരമൊരു സ്വപ്നം അർത്ഥമാക്കുന്നത് എല്ലാം ശരിയാകുമെന്നാണ്. മഹാദേവൻ താണ്ഡവം ചെയ്യുന്ന സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശുഭകരമായി കണക്കാക്കാം. ഈ സ്വപ്നം അനുസരിച്ച് നിങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും രക്ഷ നേടാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. മഹാദേവനെ പാമ്പിനൊപ്പം സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ സ്വപ്നം സമീപഭാവിയിൽ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. മഹാദേവൻ്റെ ത്രിശൂലം സ്വപ്നം കാണുന്നതും വളരെ ശുഭകരമാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഉടൻ അവസാനിക്കുമെന്നും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഈ സ്വപ്നം അർത്ഥമാക്കുന്നു. കൂടാതെ ആത്മീയമായ ഉണർവിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് പരമശിവൻ്റെ സ്വപ്നദർശനം. മായയും അജ്ഞതയും നീക്കുന്ന മൂർത്തിയാണ് പരമശിവൻ. ശിവനെ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം ജീവിതത്തിൽ അജ്ഞത നീങ്ങി ജ്ഞാനം വരുന്നുവെന്നാണ്. ധ്യാനം, യോഗ, ആധ്യാത്മിക കാര്യങ്ങൾ പോലെ ആത്മീയമായ പരിശീലനങ്ങൾ ആരംഭിക്കുവാനുള്ള സൂചനയാണ് ഇത്തരം സ്വപ്നങ്ങൾ നൽകുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെക്കുറിച്ച് തന്നെയുമുള്ള അറിവുകൾ നേടാൻ അത്തരം പരിശീലനങ്ങൾ സഹായിക്കും. ഇടയ്ക്കിടെ ശിവഭഗവാനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അന്തരാത്മാവിലെ ശാന്തിയെയും പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. ശാന്തിയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് പരമശിവൻ. ദൈനംദിന ജീവിതത്തിലെ സംഘർഷങ്ങളും തിരക്കുകളും കാരണം അസ്വസ്ഥരായി കഴിയുന്നവർ പരമശിവനെ സ്വപ്നം കാണുകയാണെങ്കിൽ ശാന്തി കണ്ടെത്തുന്നതിനായി മുന്നിട്ടിറങ്ങണമെന്ന സൂചനയാണ് നൽകുന്നത്. അശാന്തി കൈവിട്ട് സമാധാനത്തിൻ്റെ വഴി സ്വീകരിക്കുമ്പോൾ ജീവിതം കൂടുതൽ സമാധാനപൂർണ്ണമാകുകയും തടസ്സങ്ങളെ ധൈര്യമായി നേരിടാൻ കഴിയുകയും ചെയ്യും. സൃഷ്ടിസ്ഥിതി സംഹാര സങ്കല്പങ്ങളുടെ ഭാഗമാണ് പരമശിവൻ. ആയതിനാൽ പരമശിവനെ സ്വപ്നത്തിൽ കാണുന്നത് ഒരു മാറ്റത്തിൻ്റെയോ പുനർജന്മത്തിൻ്റെയോ സൂചനയായും കാണാം. ജീവിതത്തിലെ പരിവർത്തന കാലത്തിലൂടെ കടന്നു പോകുന്നുവെന്നോ മാറ്റം മുന്നിലുണ്ട് എന്നോ അത് അർത്ഥമാക്കാം. വ്യക്തിപരമായ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ശ്രമിക്കാനും ദുശീലങ്ങളും ദുഷിച്ച ചിന്തകളും ഉപേക്ഷിക്കുവാനും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. നടരാജനാണ് ശിവഭഗവാൻ. ശിവഭഗവാനെ സ്വപ്നം കാണുന്നത് കലാപരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്താനുള്ള സൂചനയാണ്. ഉള്ളിലുള്ള കലാപരമായ കഴിവുകൾ കണ്ടെത്തുകയും അത് വേണ്ട വിധത്തിൽ പ്രകാശിപ്പിച്ച് ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നേടുകയും ചെയ്യാൻ ഈ സ്വപ്നം ഒരു നിമിത്തമായി കണക്കാക്കാം.